എല്ലാവർക്കും മലബാറി ആൽപ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ന്യൂറംബർഗിൻ്റെ ലോറൻസ് കൃഷിയും ക്രിസ്മസ് മാർക്കറ്റും ആ ഒരു സ്ട്രീറ്റും ഒക്കെ നമ്മൾ കണ്ടു. ഈ ഒരു വ്ളോഗിൽ ഞാൻ ന്യൂറംബർഗിൻ്റെ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. ന്യൂറംബർഗിൻ്റെ ചരിത്രത്തിലെ തന്നെ കറുത്ത ഒരു മുഖം, അതിന് സാക്ഷിയായ ഒരു സ്ഥലം. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നാസി പടകൾ ഒത്തുചേർന്ന നാസി റാലി ഗ്രൗണ്ടുകളും അവരുടെ ആ ഒരു മാർച്ചൊക്കെ ചെയ്ത സ്ഥലങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസ് ഹാളും ഒക്കെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലോസ്ഡ് ആണ്, പക്ഷെ നമുക്ക് ആൾക്കാർക്ക് അതിലേക്ക് പ്രവേശിക്കാം, വേറെ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾ ഇതേ കോൺഗ്രസ് ഹാളിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിച്ചത്. സോ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ളൊരു ഫീലാട്ടോ, ഒരു ഡാർക്ക് മൂകത, ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. സോ നമ്മൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ എന്നിട്ട് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. ഹിറ്റ്ലറൊക്കെ വന്ന് പ്രസംഗിച്ച സ്ഥലമാണ്. അപ്പോൾ ഇത് നാസി പാർട്ടികളുടെ അന്നത്തെ റാലികളുടെ കോൺഗ്രസ് നടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇതിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ല, യുദ്ധം നടക്കണ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ പണികൾ നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇത്. അവർ യുദ്ധം പൂർത്തിയാക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയത് പണികൾ. ഇപ്പോൾ നടക്കുന്ന കൺസ്ട്രക്ഷൻ പണി അതിൻ്റെ അല്ല, എന്നാൽ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഫേസിലേക്ക് അന്ന് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പം അന്നത്തെ നാസി പാർട്ടികളുടെ വമ്പൻ റാലികളൊക്കെ നടന്ന, റാലികളല്ല മറ്റേ ഒരു കോൺഗ്രസ് മീറ്റിംഗ്, അവൻ്റെ പ്രൊപ്പഗണ്ടൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ. ഇപ്പം ന്യൂറംബർഗിൽ നിന്ന് ഡോക്കു സെൻറ്റർ എന്നുള്ളൊരു ട്രാം എടുത്തു കഴിഞ്ഞാൽ, ട്രാം 8 അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ പ്രവേശന ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടുത്തെ അലിയഡ് പവേഴ്സ്, അതായത് അമേരിക്കൻ സഖ്യസേനകളും ഇംഗ്ലണ്ടിൻ്റെയും റഷ്യയുടെയൊക്കെ സഖ്യസേനകൾ ചേർന്ന് ഈ പിടിച്ചെടുത്ത നാസി ഭടന്മാരെ അല്ലെങ്കിൽ നാസി ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്ത സ്ഥലം കൂടിയാണ്. ന്യൂറംബർഗ് ട്രയൽസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ന്യൂറംബർഗ് ട്രയൽസിന് വേദിയായിട്ടുള്ള ലൊക്കേഷനാണ് ഈ കാണുന്ന കോൺഗ്രസ് ഹാള് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സെൻറ്ററും ഡോക്കു സെൻറ്റർ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മനോഹരമായിട്ടൊരു ലേക്ക് ഉണ്ട്. ഈ ഒരു ലേക്ക് പകുതി ഫ്രോസൺ ആണ്, പകുതി വെള്ളമായിട്ടാണ് കാണുന്നത്. സോ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ലേക്ക് എൻ്റെ തൊട്ടടുത്താണ് ഈ ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ ഉള്ളത്. വല്ലാത്തൊരു ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ മൂകമായിട്ടുള്ളൊരു സ്ഥലം, ഒരു ഡാർക്ക്നെസ്, ഒരു ഹിസ്റ്ററിയുടെ ഒരു കറുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും തങ്ങി നിൽക്കുന്നത്. സോ ഇത് കാണുമ്പോൾ ഇത്രയേറെ മില്യൺ കണക്കിന് ജൂതന്മാരെയൊക്കെ വധിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത, പ്രൊപ്പഗണ്ട ചെയ്ത ഈ നാസി പാർട്ടികളുടെ റാലികളും മാർച്ചുകളൊക്കെ നടന്ന ഒരു സ്ഥലത്തെ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. എന്താ അല്ലേ, 1933 മുതൽ 38 വരെയുള്ള കാലഘട്ടത്തിലാണ് ന്യൂറംബർഗിൽ ഈ നാസി പാർട്ടികളുടെ പ്രധാന ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന സമയം. ഹിറ്റ്ലർ ന്യൂറംബർഗിനെ നാസി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നഗരമായിട്ടാണ് അന്ന് കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയൊരു കോൺഗ്രസ് ഹാളും ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ വലിയൊരു റാലി ഗ്രൗണ്ടൊക്കെ പണി കഴിപ്പിച്ചത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലം കാരണം ഇത് പണി കഴിപ്പിക്കാൻ പറ്റാതെ പോയി. നാസി പ്രചാരണത്തിൻ്റെ പ്രധാന സെൻട്രൽ സ്പോട്ടായിരുന്നു ഇവിടം. വമ്പൻ റാലികളും നാസി പതാകകളൊക്കെ കൊണ്ട് ഇവിടെ നിറച്ചു. ഈ ഒരു വലിയൊരു കോൺഗ്രസ് ഹാള് 15,000 ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് അന്നത്തെ റോമൻ ആർക്കിടെക്ചറിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ന്യൂറംബർഗിലെ മറ്റ് പ്രധാന ചരിത്ര ബിൽഡിങ്ങുകളൊക്കെ തന്നെ തനതായിട്ടുള്ള ഗോത്തിക് ആർക്കിടെക്ചറിലാണ്. എന്നാൽ ഈ ഒരു കോൺഗ്രസ് ഹാള്, ഈ ഒരു ഡോക്കു സെൻട്രം റോമൻ ആർക്കിടെക്ചറിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 1940 രണ്ടാം ലോക മഹായുദ്ധകാലം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ഹാള് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ഇത് പിന്നെ ഉപയോഗിച്ചില്ല. 1945 യുദ്ധം അവസാനിച്ചപ്പോൾ ന്യൂറംബർഗ് ട്രയൽസിന് ഇവിടെ വേദിയായി. കൊടും കുറ്റങ്ങൾ ചെയ്ത നാസി ഭരണകർത്താക്കളെ മിക്കവരും ആത്മഹത്യയും മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി. എന്നാലും ബാക്കിയുള്ള പിടിക്കപ്പെട്ടവരെയൊക്കെ ഇവിടെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി.
ഇന്നിതൊരു ഡോക്യുമെൻറ്റേഷൻ സെൻ്ററാണ്. ഫാസിസം എങ്ങനെ വളർന്നു, അതിൻ്റെ ദുരന്ത ഫലങ്ങളൊക്കെ എങ്ങനെ ഒരു സമൂഹത്തിൽ അത് അഫക്റ്റ് ചെയ്തു, എത്ര ജീവനുകൾ ഇതിനു വേണ്ടി ബലി കൊടുക്കേണ്ടി വന്നു, ഇതൊക്കെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് നിർത്തിയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ന്യൂറംബർഗിൻ്റെ നാസി പാർട്ടികളുടെ റാലികൾ നടന്ന ആ ഒരു വമ്പൻ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കോൺഗ്രസ് ഹാളിനോട് ചേർന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കറുത്ത ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പ്രധാന സ്ഥലത്ത് എത്തിച്ചേരാം. അതാണ് സെപ്ലിൻസ് ഫെൽഡ്. ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ പ്രധാന റാലി ഗ്രൗണ്ടൊക്കെ നടന്ന സ്ഥലമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 1933 മുതൽ 45 വരെ വമ്പൻ റാലികളാണ് ഇവിടെ നടന്നത്. ലക്ഷക്കണക്കിന് പട്ടാളക്കാരൊക്കെ ഇവിടെ പങ്കെടുത്തു. റോമിലെ കൊളോസിയം മോഡലാണ് ഇത് പണികഴിപ്പിച്ചത്. അധികാരത്തിൻ്റെയും ശക്തിയുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പണികഴിപ്പിച്ചത്. ഈ കാണുന്ന സ്റ്റെപ്സിന് മുകളിലാണ് അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ അണികളെ അഭിസംബോധന ചെയ്തത് എന്നൊക്കെ പ്രസംഗിച്ചത്. 2 ലക്ഷം ആൾക്കാർക്ക് ഒരേ സമയം ഇവിടെ നിൽക്കാൻ പറ്റും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സഖ്യസേന ഇവിടെ പിടിച്ചു. ഈ ഒരു വേദിയുടെ ബാക്കിലുള്ള കുറേ ഭാഗങ്ങളും ആ ഒരു തൂണുകളൊക്കെ ഇവർ അടിച്ചു തകർത്തു. കാനോൺസ് ഉപയോഗിച്ച് അടിച്ചു തകർത്തു. ഭീമൻ തൂണുകളൊക്കെ ഇപ്പം നമുക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമായിട്ടുള്ള വമ്പൻ തൂണുകളൊക്കെ കാണാൻ പറ്റും. അതൊന്നും ഇപ്പം ഇല്ല. ഇവിടെ ഇപ്പോൾ യാതൊരുവിധ വർക്ക്സും ഒന്നുമില്ല. ഇത് സംരക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒന്നും ഇപ്പോഴത്തെ ജർമ്മൻ ഗവൺമെൻറ് ഇതിന് ഒന്നും ചെയ്യുന്നില്ല. ഭാവി തലമുറയ്ക്ക് ഇതൊരു മുന്നറിയിപ്പായിട്ട് ഈ ഒരു സ്മാരകം ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ഇപ്പോൾ വളരെ ആൾക്കാരൊന്നും ഇതിൽ കൂടെ ചിലപ്പോൾ ആൾക്കാർ ജസ്റ്റ് ജോഗിങ്ങിനൊക്കെ കുറച്ച് ആൾക്കാർ നടക്കുന്നതല്ലാണ്ട് ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു പോസ്റ്റർ കാണാം. അമേരിക്കയും ബ്രിട്ടീഷും അവിടെ നമുക്ക് സൈന് കാണാം. നിർത്തപ്പെട്ട ആൾക്കാർ ഇവിടെ ഇതൊരു സ്മാരകമായിട്ട് ഇത് എന്തിനാണ് ഇവിടെ നിലനിർത്തിയേക്കെന്ന് സൂചിപ്പിക്കുന്ന ഒരു എഴുത്തതിൽ കാണാൻ പറ്റും. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാന സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഹിറ്റ്ലറൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രധാന വേദി കാണാൻ പറ്റും. അന്നത്തെ പ്രധാന നാസി ഭരണകർത്താക്കളും ഹിറ്റ്ലറൊക്കെ വന്ന് നിന്ന് പ്രസംഗിച്ച ആ ഒരു വേദി. തൊട്ട് മുന്നിൽ കാണുന്ന ഗ്രൗണ്ടാണ് നാസി പാർട്ടികളുടെ റാലികൾ നടന്ന ആ ഒരു ഗ്രൗണ്ട്. അപ്പോൾ അവിടെ താഴത്ത് പട്ടാളക്കാരിങ്ങനെ മാർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ റാലികളൊക്കെ നടന്ന സ്ഥലം. ഇന്നിവിടെ മരങ്ങളൊക്കെ ജസ്റ്റ് വന്ന് വേറെ ജസ്റ്റ് കാട് പിടിച്ച് കിടക്കാണ്. അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നോക്കുമ്പോൾ വൻ സൈലൻ്റ് ആയിട്ടുള്ള വളരെ മൂകമായിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഡാർക്ക് ഹിസ്റ്ററി നടന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ വമ്പൻ തൂണുകൾ ഉണ്ടായിരുന്നു. ആ തൂണുകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സഖ്യസേന അത് ഒക്കെ തച്ചുടച്ച് കളഞ്ഞു. ഇപ്പോൾ കാണുന്ന ആ ഒരു ബിൽഡിങ്, ഈ ഒരു ബിൽഡിങ് ഇവിടെയാണ്, ബിൽഡിംഗ് അല്ല, ആ ഒരു വേദി, ആ ഒരു കല്ലുകൊണ്ട് കെട്ടിയ ആ ഒരു വേദിയിലാണ് നാസി പാർട്ടികളുടെ കൊടികളും വലിയ ഫ്ലെക്സുകളും ആ സംഭവങ്ങളൊക്കെ വെച്ച് ഹിറ്റ്ലറൊക്കെ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്ത സ്ഥലം. സോ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ന്യൂറംബർഗിലുള്ളവർ അല്ലെങ്കിൽ ജർമ്മനിയിൽ വരുന്നവർക്കൊക്കെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണിത്. ചരിത്രത്തിൻ്റെ ആ ഒരു ഡാർക്ക് ഫേസ് അനുഭവിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് അറിയാനായിട്ട് കാണാൻ വന്നവർക്ക് ഈ സ്ഥലം കാണാം. ഇന്നിപ്പോൾ ഇവിടെ വേറെ ആക്ടിവിറ്റീസും നടക്കുന്നില്ല. വേറെ ജസ്റ്റ് ഒരു സ്ഥലം പോലെ ആൾക്കാർക്ക് ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട് വൈകുന്നേരം. അങ്ങനെയായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യൂറംബർഗിലെ ലോറൻസ് കിർഷയിലേക്ക് പോവാണ് കേട്ടോ. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയതിന് ശേഷം നമുക്ക് അവിടുന്ന് കൈസർബുർഗ് കാസിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ലേക്കിൻ്റെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ലോറൻസ് കിർഷയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഈ ഈ ലോറൻസ് കിർഷയിൽ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു മല കയറുന്ന പോലെ കേട്ടോ. അങ്ങറ്റത്തൊക്കെ ഒരു നല്ല മനോഹരമായിട്ടുള്ള കാസിലുണ്ട്, നമ്മളതൊക്കെ കാണിക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ചുമര് വർക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ചുമരിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് നോക്കി.
വളരെ മനോഹരം കേട്ടോ. ഈ ഒരു കോട്ടയ്ക്ക് പിന്നെയും ഇതിൻ്റെ കുറച്ച് കഥകളുണ്ട് കേട്ടോ. ഈ കോട്ട പണ്ട് ഇത് രാജാവിൻ്റെ ഒരു ചക്രവർത്തിയുടെ പണ്ടത്തെ റോമൻ രാജാക്കന്മാർ താമസിച്ചിരുന്ന ഒരു വസതിയായിട്ടാണ് ഇവിടെ ഇത് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഈ ഒരു കവാടത്തിലൂടെ വാച്ച് ടവറിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ന്യൂറംബർഗ് സിറ്റിയിൽ നടക്കുന്ന എല്ലാം ഇവർക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കോട്ടയിൽ രണ്ട് ഡബിൾ വാളുകളാണ് ഇതിന് ചുറ്റുമതിൽ 2 മതിലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും വളരെ നല്ല ശക്തിയായിട്ടുള്ള ചുറ്റുമതിലുകൾ. അപ്പോൾ ആദ്യത്തെ ചുറ്റുമതിലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ മതിലും അതവിടെ ശക്തമായിട്ട് നിലകൊള്ളും. അപ്പോൾ ഇതിൻ്റെ തന്നെ പല ഈ പട്ടാളക്കാർക്ക് നിൽക്കുന്നതിനും കാവൽ നിരീക്ഷണത്തിനൊക്കെ ആയിട്ടുള്ള വിവിധ തരം അതിൻ്റെ മുകളിൽ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ഒരു ഭിത്തിയുടെ തന്നെ അതിൻ്റെ ഒരു കട്ടി കണ്ടോ, ഒരാളുടെ ഞാൻ ഈ കൈ വെച്ചിട്ട് പോലും അത് അതിൻ്റെ ഒരു കട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു പ്രതിരോധ കോട്ടയായിട്ടാണ് ഈ ഒരു ന്യൂറംബർഗ് കാസിൽ പണ്ട് മിഡീവൽ ടൈംസിൽ നിന്നിരുന്നത്. ഇന്നിപ്പോൾ ഇവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ടൂറിസത്തിന് മാത്രമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അതായത് ഈ ഒരു കാസിലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കാണാം അതിൻ്റെ ജസ്റ്റ് കവാടങ്ങളും പട്ടാൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സോ ഇത് ശരിക്കും ഒരു പ്രതിരോധ കോട്ടയായിട്ടാണ് പണ്ട് കാലത്ത് നിന്നായിരുന്നത്. ഈ ഒരു കോട്ടയുടെ കുറച്ചും കൂടിയുള്ള ഉൾഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുവരാം.